അരുൺ പാറയ്ക്കൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. അരുൺ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ബോട്ടുകൾ അവിടെ തുടരുന്നുണ്ട്, തുരുത്തിൽ ആളുകൾ എത്തിയിട്ടുണ്ട്. നേരത്തെ ഒരാൾ പുഴയിലേക്ക് ഇറങ്ങിയിരുന്നു. പിന്നീട് എന്താണ് അവിടെ നടക്കുന്നത്? അരുൺ, എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അവിടെ നോക്കുമ്പോൾ? വിജയകുമാർ, നമ്മുടെ സീനിയർ ക്യാമറാമാൻ VS രാഹുൽ പകർത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് തത്സമയം കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാൾ പുഴയിലേക്ക് ഇറങ്ങിയിരുന്നു. ഏകദേശം 5 മിനിറ്റിലധികമായി അദ്ദേഹം ഈ നദിക്ക് അടിയിലേക്ക്, ഈ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. 6ഓളം ബോട്ടുകൾ ഈ പ്രദേശത്ത് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നു. ആ തുരുത്ത് കേന്ദ്രീകരിച്ച് നിലയുറപ്പിച്ചിരിക്കുന്നു. അതിൽ ഒരു ബോട്ടാണ് കുറച്ചകലേക്ക്, അതായത് കുറച്ച് പുറകിലേക്ക് നീങ്ങിയിട്ടുണ്ട്. മറ്റ് ബോട്ടുകൾ, അതായത് നാവികസേനയുടെ മറ്റ് ബോട്ടുകളൊക്കെ തന്നെ ഈ തുരുത്തിന് സമാന്തരമായി തുരുത്തിൻ്റെ 4 ഭാഗങ്ങളിലും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ തുരുത്തിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഈ പരിശോധന തുടരുക തന്നെയാണ് വിജയകുമാർ. അവർ ചില യന്ത്രങ്ങൾ പോലെയുള്ള സാമഗ്രികളൊക്കെ തന്നെ ഈ നദിക്ക് അടിയിലേക്ക്, നദിക്ക് ആഴത്തിലേക്ക് ഈ ഇറങ്ങിപ്പോയ ഉദ്യോഗസ്ഥന്, മുങ്ങൽ വിദഗ്ധന് ഇട്ടുകൊടുക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ പ്രതീക്ഷ, നമ്മൾ ഇത്രയും നാളും ഇത്രയും കാലവും പ്രതീക്ഷിച്ചതുപോലെയുള്ള ആ ഒരു ശുഭകരമായ വിവരം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വിജയകുമാർ നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്ന്, ഈ കാഴ്ചയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. എന്തായാലും തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. 20ഓളം ഉദ്യോഗസ്ഥർ ഈ തുരുത്തിൽ ക്യാമ്പ് ചെയ്യുന്നു. നാവികസേനയുടെയും ആർമിയുടെയും NDRFിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് വിജയകുമാർ. മാത്രമല്ല, പ്രാദേശികമായ മത്സ്യത്തൊഴിലാളികളുടെ സേവനം കൂടി ഇവർ ദൗത്യസംഘം ആവശ്യപ്പെട്ടിരുന്നു. ഈ ഗംഗാവലിയുടെ ആഴങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ, ഗംഗാവലിയുടെ ഒഴുക്കിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ, ഗംഗാവലിയുടെ ആ ഒരു രൂപം, അതായത് ഈ മഴക്കാലത്ത് മഴ ഇങ്ങനെ ശക്തമായി പെയ്യുന്ന സമയത്ത് ഗംഗാവലിയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളാണ് ഈ പ്രാദേശികമായ മത്സ്യത്തൊഴിലാളികൾ. അവരുടെ കൂടി സേവനം കഴിഞ്ഞ ദിവസം ദൗത്യസംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവരുടെ കൂടി ഒരു സേവനം ഇവിടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശക്തമായ അടിയൊഴുക്കിനെ ഭേദിച്ചുകൊണ്ട് ഈ 6.87 ആണിപ്പോൾ, 87 നോട്ടാണിപ്പോൾ ഈ അടിയൊഴുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ശക്തമായ അടിയൊഴുക്കിനെ ഭേദിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ ഇത്രയും നാളും കഴിഞ്ഞ 11 നാളും നമ്മൾ കാത്തിരുന്നത് പോലെയുള്ള നിമിഷത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവർ ഈ നദിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, നദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ആ ട്രക്ക് അവിടെയുണ്ടോ, ആ ലോറി എവിടെയുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ്. ആ ലോറിയുടെ ഒരു ദിശ, എങ്ങനെയാണ് ലോറി കിടക്കുന്നത്, അതിൻ്റെ ക്യാബിൻ ഏത് ഭാഗത്താണ്, ആ ക്യാബിനുള്ളിൽ ആളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കണം. നേരത്തെ ഡ്രോൺ പോലുള്ള പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. അതിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ ഇനിയും കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഇത്രയും നാളും ഉണ്ടായത്. എങ്ങനെയാണ് ഈ നദിക്കടിയിലേക്ക് ഈ ആഴത്തിലേക്ക് ഇറങ്ങുക, ഈ ഒഴുക്കിനെ ഭേദിച്ചുകൊണ്ട് എങ്ങനെ ആഴത്തിലേക്ക് എത്തും എന്ന കാര്യമൊക്കെ പരിശോധിച്ചിരുന്നു. ഒടുവിൽ അരമണിക്കൂർ മുമ്പ് ഈ നദിയിലേക്ക് ഈ ആളുകൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. നിരവധി തവണ ഈ ബോട്ടുകൾ ഇവിടേക്ക് ഈ വലിയ പുഴയിലേക്ക്, ഗംഗാവലി നദിയിലേക്ക്, ആ സ്പോട്ടിലേക്ക് നിരവധി തവണ എത്തി തിരിച്ചു പോകുന്നൊരു കാഴ്ചയുണ്ടായി. പ്രതികൂല കാലാവസ്ഥയുണ്ടായി. അതിനൊക്കെ ശേഷം ഈ പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ആദ്യ സംഘം ബോട്ടിലെത്തി ഈ തുരുത്തിൽ നിലയുറപ്പിച്ചു. അവർ ഈ കയർ പോലുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അതിനു പിന്നാലെ 5ഓളം വഞ്ചികളും ബോട്ടുകളും ഇവിടേക്ക് എത്തിച്ചേർന്നു. ആ തുരുത്തിൽ നിലയുറപ്പിച്ചു. ഇപ്പോൾ ആ തുരുത്തിൽ നിന്ന് ഒരു മുങ്ങൽ വിദഗ്ധൻ നദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും പരിശോധന തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് വിജയകുമാർ. അദ്ദേഹം ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഒപ്പം തൊട്ടടുത്തായി മറ്റൊരു ബോട്ട് കൂടി നിലയുറപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം ഇറങ്ങിയതിന് തൊട്ടടുത്തായി മറ്റൊരു ബോട്ട് കൂടി നിലയുറപ്പിച്ചിരിക്കുന്നു. കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഒപ്പം കരയിൽ കാണുന്ന കാഴ്ച, ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഒരു സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘം അവിടേക്ക് എത്തിയിരുന്നു. അവർ ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തി തിരിച്ചുപോയി. ഇപ്പോൾ വീണ്ടും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം ആ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ബൂം ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ നേരത്തെ ഈ കരയിൽ ഒരു ഭാഗത്തായി നിർത്തിയിട്ടിരുന്ന യന്ത്രങ്ങൾ
ഇപ്പോൾ ആ കരയിൽ, അതായത് ഈ കണ്ടെത്തിയ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്പോട്ട് 4 എന്ന് രേഖപ്പെടുത്തിയ ആ സ്ഥലത്ത് വിജയകുമാർ, ഈ ബൂം ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ അവിടെ ഈ ഭൂമിക്ക്, അതായത് ഈ വെള്ളത്തിന് സമാന്തരമായി നിർത്തിയിരിക്കുന്നു. അതായത് ഈ നദിക്ക് സമാന്തരമായി, ഈ ലൊക്കേഷന് സമാന്തരമായി നിർത്തിയിരിക്കുന്നു. അവിടെ ഒരു ഒരാൾ പുഴയിലേക്ക് ഒരു മുങ്ങൽ വിദഗ്ധൻ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് സമയമാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ, പുഴയ്ക്കടിയിൽ ഉള്ള നീക്കങ്ങളെ പറ്റി നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്നും അറിയില്ല. പക്ഷേ അത് മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ട് കരയിൽ, അല്ലെങ്കിൽ ആ തുരുത്തിൽ ഒരു നാവികസേനയുടെയും പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ ഒരു സംഘമുണ്ട്. ഒരു ബോട്ട്, ഒരു വള്ളം, ഒരു ബോട്ട് എന്ന് നമുക്ക് പറയാം, ഒരു ചെറിയ ബോട്ട്. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ എന്ന് വെച്ചാൽ ആ താഴെ അടിത്തട്ടിലെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അതിന് ഒപ്പം അവിടെ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് പറയാം, അതായത് ഇത് ആദ്യമായാണ് ഈ ദൗത്യം തുടങ്ങി 12-ാം ദിവസമാണ് അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി, ആഴത്തിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ഒരു പരിശോധനയ്ക്ക് സാധ്യമാകുന്നത് എന്നത് വളരെ നിർണായകമാണ്. ഈ ദൃശ്യങ്ങൾ ഒരു പക്ഷേ 24-ൽ മാത്രമായിരിക്കും പ്രേക്ഷകർ കാണുന്നത്. നമ്മൾ ആ ദൗത്യ മേഖലയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവിടെ നിന്നാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഏതാണ്ട് ഒരു അരമണിക്കൂറായി നമ്മൾ കാണുന്നത് വളരെ ശക്തമായ, അതിശക്തമായ ഈ പറയുന്ന ഒഴുക്കിനെ അവഗണിച്ചുകൊണ്ട് അവിടേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച് ഒരു സംഘം എത്തുകയും അവർ ആ മൺകൂമ്പാരം, അതായത് നമ്മൾ പറയുന്ന കോണ്ടാക്ട് പോയിന്റ് 4, 132 മീറ്റർ അകലെ, കരയിൽ നിന്ന് അകലെ ആ കോണ്ടാക്ട് പോയിന്റ് 4-ൽ അവിടെ എത്തുകയും അവർ ആ ദൗത്യത്തിന് സജ്ജരാവുകയും ചെയ്തു. അതിനിടയിൽ ഒരാൾ ആഴങ്ങളിലേക്ക് എല്ലാ രക്ഷാ സംവിധാനങ്ങളോടെയും ഇറങ്ങിയിട്ടുണ്ട്. ആ ഇറങ്ങിയ ആളിനെ നിരീക്ഷിക്കുകയും ഒപ്പം അദ്ദേഹം താഴെ സഞ്ചരിക്കുന്നതിനൊപ്പം ആ ജലോപരിതലത്തിൽ ആ ചെറുവള്ളം സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഈ അവിടെ നിന്ന് കിട്ടാൻ പോകുന്ന വിവരങ്ങളുടെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെ നമുക്ക് താഴേക്ക് ഇറങ്ങി ഈ ബോട്ടിൻ്റെ, ഈ ട്രക്കിൻ്റെ അത് ലൊക്കേഷൻ പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിന്ന് സാധ്യമാകുകയാണ്. അത്തരം ഒരു പരിശോധനയ്ക്ക് പറ്റുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ എന്തായാലും ഈ 6.8 നോട്ട്സ് എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും മനുഷ്യർക്ക് താഴെ ഇറങ്ങി എന്തെങ്കിലും തിരയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. പക്ഷേ ആ കുത്തൊഴുക്കിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു പ്രത്യേക പോയിന്റിലൂടെ അവർ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരാൾ, അദ്ദേഹം മുകളിലേക്ക് വരുന്നത് കാത്തു നിൽക്കുകയാണ്. എന്തൊക്കെ വിവരങ്ങൾ താഴെ നിന്ന് അദ്ദേഹത്തിന് നൽകാൻ കഴിയും എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടത്തെ നിർണ്ണയിക്കുന്നത്. ഇന്ന് നേരത്തെ ഐബോർഡ് സംഘം നൽകിയ വിവരങ്ങൾ, അതിൽ കൃത്യതയാർന്ന വിവരങ്ങൾ തന്നെയായിരുന്നു. എവിടെയാണ് ആ ട്രക്ക് ഉള്ളത്, അത് മൺതിട്ടയിൽ താഴെ എവിടെയുണ്ട്, എത്ര മീറ്റർ ആഴത്തിൽ, കരയിൽ നിന്ന് എത്ര മീറ്റർ അകലെ, അതിൻ്റെ അവസ്ഥ എന്ത് തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അതിൻ്റെ ക്യാബിൻ കുറച്ച് മുകളിൽ തന്നെ ഉണ്ട്. വാഹനത്തിന് കുറച്ച് കേടുപാടുകൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായിരുന്നു. പക്ഷേ ക്യാബിൻ മണ്ണിനടിയിലല്ല എന്ന വിവരം ആ റിപ്പോർട്ടിൽ ഒരു സൂചന എന്ന മട്ടിലുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ട് ക്യാബിനിൽ ഇപ്പോൾ ഇറങ്ങിയ ആൾക്കൊരു പരിശോധന നടത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ നിർണായകമാണ്. ക്യാബിനിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന ചോദ്യം രാവിലെ ഉയർന്നിരുന്നു. ഇതുവരെ അങ്ങനെ അത്തരമൊരു ഒരു സ്ഥിരീകരണം പറ്റിയിട്ടില്ല എന്നാണ് ഐബോർഡ് സംഘം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചത്. എന്നാൽ അതിനർത്ഥം അതിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്നല്ല, അത്തരം സാധ്യത തള്ളാൻ കഴിയില്ല. പക്ഷേ അത് തെളിയിക്കുന്ന, അത് സാധൂകരിക്കുന്ന എന്തെങ്കിലും ഒരു വിവരം ആ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല എന്നായിരുന്നു ഐബോർഡ് സംഘം അറിയിച്ചത്. എന്തായാലും ഇപ്പോൾ നടത്തുന്ന ആ പരിശോധനയിൽ ക്യാബിനുള്ളിൽ കടന്നോ അല്ലെങ്കിൽ ക്യാബിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞോ ഉള്ള പരിശോധനയ്ക്ക് കഴിയും എന്ന് നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ അത് നമ്മളുടെ ദൗത്യത്തിൽ ഈ ദിവസത്തെ തന്നെയല്ല, ഈ 10-12 ദിവസം നീണ്ട ദൗത്യത്തിലെ തന്നെ ഏറ്റവും സുപ്രധാന നീക്കമായി മാറുകയും ചെയ്യും. ആ പുഴയിലെ ഒഴുക്ക് അല്പസമയം മുമ്പ് പെയ്ത കനത്ത മഴയ്ക്ക് ശേഷം കുറെ കൂടി കൂടിയിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്ന് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പക്ഷേ അവർ നിൽക്കുന്ന, ബോട്ട് നിൽക്കുന്ന ഭാഗം അവർ വളരെ സുരക്ഷിതരായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. താഴെ ഇറങ്ങിയ, ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ആളും അതേ നിലയിൽ സുരക്ഷിതൻ തന്നെ എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതാണ് ആ ബോട്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് അത് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ആളിൻ്റെ ഒരു കൺട്രോൾ ആ ബോട്ടിൽ തന്നെ ഉള്ള വളരെ വിദഗ്ധരായ സ്കൂബ ഡൈവേഴ്സ്, മത്സ്യത്തൊഴിലാളികൾ, നാവികസേനാംഗങ്ങൾ എന്ന് നമുക്ക് കൃത്യമായി അവരെ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് അറിയില്ല. പക്ഷേ അവരുടെ നിയന്ത്രണത്തിലുണ്ട്. ആ ആൾ താഴെ തെരച്ചിൽ നടത്തുന്ന ആളിൻ്റെ നിയന്ത്രണം അവരുടെ പക്കലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ റിസ്കിയാണ്, വളരെ ഈ ഉദ്യമം ഏറെ സാഹസം നിറഞ്ഞതാണ്. കാരണം ഏതാണ്ട് 6.8 നോട്ട്സ് എന്നൊക്കെയാണ് രാവിലെ പറഞ്ഞത്. അപ്പോൾ
വലിയ വലിയ കുത്തൊഴുക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിനെയൊക്കെ അവഗണിച്ചാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. 6 നോട്ട് എന്ന് പറയുമ്പോൾ തന്നെ മണിക്കൂറിൽ ഏതാണ്ട് 11 കിലോമീറ്റർ വേഗത്തിൽ ഈ പുഴയ്ക്ക് അടിയിലൂടെ അടിയൊഴുക്കുണ്ടാകും. 11 കിലോമീറ്റർ വേഗതയിൽ, ഒരു മണിക്കൂറിൽ 11 കിലോമീറ്റർ വേഗത്തിൽ വെള്ളം ഒഴുകുകയാണ്. അപ്പോൾ അതിന് മുകളിൽ ഏതാണ്ട് 7 നോട്ടിന് അടുത്തൊക്കെയാണ്. അപ്പോൾ ഏതാണ്ട് 10, 12, 13 ഒക്കെ ആയിരിക്കാം അതിൻ്റെ ജലത്തിലെ അടിയൊഴുക്കിൻ്റെ വേഗം എന്നാണ് കരുതേണ്ടത്. അപ്പോൾ അത്രയും അതിനെ അവഗണിച്ചാണ്, അതിനെ തൃണവൽഗണിച്ചുകൊണ്ടാണ് അവരുടെ ആ ദൗത്യം അവിടെ പുരോഗമിക്കുന്നത് എന്നത് വളരെ പ്രതീക്ഷാനിർഭരമാണ്. വളരെ നിർണായക വിവരങ്ങൾ ജലോപരിതലത്തിലേക്ക് എത്തട്ടെ ഒട്ടും വൈകാതെ എന്ന് നമുക്ക് കരുതാം. ഒരിക്കൽ കൂടി അരുൺ പാറയ്ക്കലിലേക്ക്. അരുൺ, താഴേക്ക് പോയ ആൾ ഇതുവരെ അദ്ദേഹം മുകളിലേക്ക് ജലപ്പരപ്പിലേക്ക് വന്നിട്ടില്ല. ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആ ബോട്ടും അവിടേക്ക് തന്നെ ഉണ്ട്. നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയും അരുൺ? എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി ആ മേഖലയിൽ കാണാൻ കഴിയുന്നുണ്ട്? വിജയകുമാർ, നമുക്കിപ്പോൾ ദൃശ്യമാകുന്നത് ഈ താഴേക്ക് പോയ ആ മുങ്ങൽ വിദഗ്ധൻ ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അദ്ദേഹം ശേഖരിക്കുന്ന വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പാണ്, ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഈ കരയിൽ അല്ലെങ്കിൽ ഈ തുരുത്തിൽ ഉദ്യോഗസ്ഥർ. ബൂം പോലുള്ള യന്ത്രങ്ങൾ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരയിൽ നിന്ന് അല്പം നദിക്കരികിലേക്ക് ആയിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ലോറി, അതായത് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് ലോറിയെ ലോക്ക് ചെയ്തുകൊണ്ട് അതിനെ പുറത്തേക്ക് വലിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടോ? കൂടുതൽ ഹിറ്റാച്ചി പോലുള്ള യന്ത്രങ്ങൾ, JCB പോലുള്ള യന്ത്രങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് കരയ്ക്കും ഈ ഒരു നദിക്കും അരികത്തായി നിർത്തിയിരിക്കുകയാണ്. ഈ കരയോടടുത്തുള്ള കേന്ദ്രത്തിൽ നേരത്തെ ലക്ഷ്മണന്റെ ചായക്കട നിന്നു എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ പരിശോധന നടത്തിയിരുന്ന സ്ഥലത്ത് അവർ കല്ലുകളൊക്കെ ഇട്ട് ഈ നദിക്ക് കുറച്ചുകൂടി അടുത്തേക്കായി ഈ വാഹനങ്ങൾ നിർത്താനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അതിനടുത്തേക്കായി ഇപ്പോൾ ഈ വാഹനങ്ങൾ 3 വാഹനങ്ങളാണ്, അതായത് ക്രെയിനും 2 ക്രെയിനുകളും ഈ ബൂം യന്ത്രവും ഹിറ്റാച്ചിയും JCBയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് അത് നദിക്കരികത്തേക്കായി നിർത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ വിജയകുമാർ, സാധ്യതയായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ ലോറി ലോക്ക് ചെയ്തുകൊണ്ട് ഈ മുങ്ങൽ വിദഗ്ധൻ അല്പസമയത്തിനകം പുറത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആ ലോക്ക് ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അത് വലിച്ച് പുറത്തേക്ക്, അതായത് നദിക്ക് മുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് എന്ന് വിജയകുമാർ, നമുക്ക് അത്തരത്തിലൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും 6 ബോട്ടുകൾ അടങ്ങിയ സംഘം ഇപ്പോഴും ഈ തുരുത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. അതിലൊരു ബോട്ട് അല്പം മാറി ഈ മുങ്ങൽ വിദഗ്ധൻ, ആ ഉദ്യോഗസ്ഥൻ ഇറങ്ങിയ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ആ പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ നൽകുന്നത് ആ ബോട്ടിൽ നിന്നാണ്. കയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഈ ലോറി ലോക്ക് ചെയ്യുന്നതിനുള്ള സാധ്യത, ആ ഒരു സാധനങ്ങളൊക്കെ തന്നെ, യന്ത്രങ്ങളൊക്കെ തന്നെ അതിനെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഒപ്പം അല്പം മാറി ഈ വാഹനങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ നാവികസേനയും അതുപോലെ തന്നെ ആർമിയും ഈ NDRFും ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോഴും ആ തുരുത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ഈ പരിശോധന നടത്തുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മുങ്ങൽ വിദഗ്ധന്, ഈ നദിക്ക് ആഴങ്ങളിലേക്ക് പോയാൽ തിരിച്ച് കരയിലേക്കെത്തും, ഈ തുരുത്തിലേക്കെത്തും. അതിനുശേഷം ഒരു കൃത്യമായ പരിശോധന വിവരങ്ങൾ നമുക്ക് ലഭിക്കും.